നമസ്കാരം. വളർച്ചാ രീതികളനുസരിച്ച് വിൻക 3 തരമാണ് നിലവിലുള്ളത്. ഒന്ന് ഹാങ്ങിങ് വിൻക. ഇതെൻ്റെ കയ്യിലുള്ള ഒരു ഹാങ്ങിങ് വിൻകയാണ്. ഇതിന് ഏകദേശം 2 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്. ഒരു ലൈറ്റ് ലൈലാക്ക് കളറാണ് ഇതിൻ്റെ കളറ്. അത്യാവശ്യം നല്ല നീളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. തണ്ടിനൊക്കെ അത്യാവശ്യം വണ്ണമുണ്ട്. ലൈലാക്കിൽ വെള്ള കളർ, നടുവിൽ വെള്ള കളറിലെ വിൻക. ഇത് രണ്ടാമത്തെ ഇനമാണ് സ്പ്രെഡിങ് വിൻക എന്ന് പറയും. ഇതതിൻ്റെ ഒരു ഭംഗിയുള്ളൊരു കളറാണ്. ഇതും ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റും. കാരണം അത്യാവശ്യം പോട്ട് നിറഞ്ഞ് സൈഡിലെല്ലാം തൂങ്ങി കേൾക്കണ പോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് സ്പ്രെഡിങ് വിൻക. മൂന്നാമത്തെ ഇനമാണ് അപ്രൈറ്റ് വിൻക. എൻ്റെ കയ്യിലുള്ള ഒരു ഓറഞ്ച് അപ്രൈറ്റ് വിൻകയാണ്. ഇത് നമ്മൾ ബുഷിയാക്കി വളർത്താൻ നോക്കിയാലും ഇത് നടുവിൽ നോക്കിയാൽ ഞാൻ പിഞ്ചൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ അത് അധികം ബുഷിയാവാണ്ട് അത് മുകളിലേക്കാണ് വളരുക. അത് ബുഷിയായിട്ട് അധികം വളരില്ല, സൈഡിലേക്കല്ല അതിൻ്റെ ഗ്രോത്ത്. ഇത് വേറെ ഒരു ഇനം അപ്രൈറ്റ് വിൻകയാണ്. നല്ല ഭംഗിയുള്ള ഡാർക്ക് വയലറ്റ് കളറാണ്. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഇലയിലുള്ള ഗ്യാപ്പ് ശ്രദ്ധിച്ചറിയാം. 2 ഇലയ്ക്കിടയിൽ നല്ല ഗ്യാപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഹൈറ്റിലേക്ക് മുകളിലേക്ക് പോകണത്. നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പിഞ്ച് ചെയ്ത് വിട്ടാലും അത് മുകളിലേക്കാണ് വളരുന്നത്. അതിൻ്റെ രീതി അങ്ങനെയാണ്. നല്ല വെൽവെറ്റി വയലറ്റ് കളറാണ്. ഇത് എൻ്റെ കയ്യിലുള്ള വേറെ ഒരു ഓറഞ്ച് കളർ സ്പ്രെഡിങ് വിൻകയാണ്. ഇത് പോട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് റെഡ് കളർ ഓറഞ്ച് മിക്സാണ് സ്പ്രെഡിങ് വിൻക. എൻ്റെ കയ്യിൽ അധികം ഉള്ളത് സ്പ്രെഡിങ് വിൻകയാണ്. ഇത് അഗെയിൻ വേറെ ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ഇതൊരു ഒട്ടും ഹൈറ്റ് വെക്കാത്ത ഇനം, നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് റെഡ് കളർ, ബുഷിയായിട്ടാണ് വളരുന്ന മിനിയേച്ചർ വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എൻ്റെ പൂക്കൾക്കൊക്കെ ഇത്തിരി വലിപ്പം കുറവാണ്, പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാവും. പോട്ട് നിറഞ്ഞു നിൽക്കും. ചെറിയ പറ്റി വളരുന്ന ഒരു ഇനമാണ്. ഗ്രൗണ്ട് കവർ പോലെയുള്ള ഒരു വിൻകയാണ്. ചട്ടിയിലങ്ങ് പറ്റി വളരുന്ന രീതിയിലുള്ളൊരു വിൻകയാണിത്. ഏകദേശം പോട്ട് നിറഞ്ഞിട്ടുണ്ട്. 7.5 ഇഞ്ച് പോട്ട് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടത്. ഇത് വേറെ ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ഇതിൻ്റെ പേര് കേളി പിങ്ക്. ഇതുണ്ടോ, അത് അതിൻ്റെ ഇലയെല്ലാം ചുരുണ്ട് വരും. ആദ്യത്തെ ദിവസം ഇങ്ങനെ നല്ല ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡെല്ലാം ചുരുണ്ട് വരും. അപ്പോൾ നല്ല ഭംഗി 2 തരത്തിലുള്ള പൂക്കളായിരിക്കും ഒരു പോട്ടിലുണ്ടാവും. ഏകദേശം ഇതും പോട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ഇതെല്ലാം ഞാൻ കാണിച്ചെല്ലാം ഇമ്പോർട്ടഡ് വെറൈറ്റീസാണ് കേട്ടോ. ഇത് അത്ര കോമൺ അല്ല, എനിക്ക് നല്ല റെയറാണിത്. ഇത് വേറെ ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ലൈലാക്ക് വയലറ്റൊക്കെ മിക്സ് ചെയ്ത് ഇതും പോട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വേറെ ഒരു മിനിയേച്ചർ വെറൈറ്റി. നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. സൈഡിൽ കോർണറിലെല്ലാം ഒരു പിങ്ക്, നടുവിൽ വെള്ള, പിന്നെ ഡോട്ടായിട്ടൊരു യെല്ലോ കളർ ഡോട്ട് നടുവിൽ. ഇതിൻ്റെ ബ്രാഞ്ചസിന് ഒട്ടും ഹൈറ്റ് വെക്കില്ല. ഗ്രൗണ്ട് കവർ പോലെ അത് പോട്ടിനിങ്ങനെ പറ്റിയാണ് വളരുക. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ. നല്ല ബ്രൈറ്റ് കളറാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ ബ്രൈറ്റ്നെസ്സാണ്, ബ്രൈറ്റ് കളർ ഫ്ലവേഴ്സാണ് അതിൻ്റെ ഭംഗി മുഴുവൻ. ഇത് നിറഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം പോട്ട്. ഇത് വേറെ ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കളറിലാണ് വരിക. ആദ്യത്തെ ദിവസം ഒരു ഡാർക്ക് ഷെയ്ഡിൽ പീച്ച് കളറിൽ വരും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഷെയ്ഡ് കുറഞ്ഞ് ഡള്ളായിട്ടുള്ളൊരു പീച്ച് കളർ, ഒരു വൈറ്റിഷ് പീച്ചിലേക്ക് വരും. ഇത് നല്ല പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഇനമാണ്. ഇത് കുറച്ച് മറ്റേ വിൻകേനെക്കാട്ടിലും പ്രായമുണ്ട്. ഇതും അഗെയിൻ 2 കളറിൽ വരുന്ന ഒരു വിൻകയാണ്. ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അത് വെള്ള കളറിലേക്ക് പോകും. ഈവൻ അതിൻ്റെ നടുവിലുള്ള ഡോട്ട് വരെ കളറ് മാറും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും. ഇത് ഒരു സ്പ്രെഡിങ് വിൻകയാണ്. ഫുൾ പോട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്.
ഇത് വേറെ ഒരു അപ്രൈറ്റ് വിനിക്കയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പക്ഷേ അതിൻ്റെ ഗ്രോത്ത് ഹാബിറ്റ് ഒട്ടും ആ ഹാങ്ങിങ് പോട്ടിന് ചേരണതല്ല. ഇത് നല്ല ഒരു 8 ഇഞ്ച് അങ്ങനെ വലിപ്പമുള്ള ചട്ടിയിലാണ്, നിലത്താണ് വളർത്തേണ്ടത്. ഇത് ഒട്ടും സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ്, എല്ലാം മുകളിലേക്ക് പോവും. ഇതുണ്ട്, നല്ല ഭംഗിയുള്ള കളറാണ്. സൈഡിൽ വയലറ്റ്, പിന്നെ ഒരു പീച്ച്, റോസ് പീച്ച് പോലെ ഓറഞ്ചിഷ് പീച്ച്, നടുവിൽ വെള്ള, പിന്നെ ഒരു യെല്ലോ കളർ ഡോട്ട്. പക്ഷേ എൻ്റെ ഗ്രോത്ത് അത്രയൊരു ഭംഗി കാണിക്കണില്ല ചട്ടിയിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് വേറെ ഒരു ഹാങ്ങിങ് വിനിക്കയാണ് എൻ്റെ കയ്യിലുള്ള ഓറഞ്ച്. ഇതും ഒരു 2 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്. ഒരു ഓറഞ്ച് കളറ്. നല്ല നീളം വെച്ചിട്ടുണ്ട്, നല്ല താഴ്ന്നു വന്നിട്ടുണ്ട് ചട്ടിയിൽ നിന്ന്. 2 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്.